വീട്ടുകാരുടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പം ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫി അടിക്കാൻ പോകുന്നു. അങ്ങനെ നോക്കി ഇൻസ്റ്റയിൽ കണ്ടു വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വെറുതെ ഇരിക്കുമായിരുന്നു വീട്ടിൽ. കമ്പനിയിൽ നിന്ന് ഇറങ്ങി വെറുതെ ഇരുന്ന ടൈമിൽ ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ ജിമ്മുകാരുടെ ഫോട്ടോ എടുത്തു. അതുവരെ അവര് പറഞ്ഞു കൊള്ളാം. ആദ്യം ഫേസ്ബുക്കിലൊക്കെ അജ്മൽ ഖാനൊക്കെ ഫോട്ടോ ഇട്ടുകൊണ്ടിരുന്ന ടൈമില്ലേ, മറ്റേ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെയല്ല, ഫേസ്ബുക്കൊക്കെ എല്ലാരും ഫോട്ടോ ഇട്ട് ആ ടൈമില് കൂട്ടുകാരന്മാരും എടുക്കുമായിരുന്നു ഫോട്ടോ. അപ്പൊ നമ്മളെയും കൊണ്ടുപോകും, നമ്മൾ എടുക്കും. അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് നാള് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഫോട്ടോ എടുത്തു പോകും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയാണെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോ മടുപ്പ് എന്നിട്ട് പോവില്ല. ഈ ഫോട്ടോ നല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാനൊക്കെ. കഴിയുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ അത് പോരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റയൊക്കെ വന്നു കഴിഞ്ഞ ടൈമില് അല്ല ഞാൻ എടുത്തു തുടങ്ങിയ ടൈമിൽ അപ്പോഴും കറങ്ങ എടാ 5G ഒക്കെ ഉണ്ടാ. അപ്പോഴും എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോയി. കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ മടുത്തു. ജോലി ചെയ്ത് സീനായി. അല്ലല്ല ആലുവയിൽ ആ ടൈമില് ഫോൺ പോയി മേടിക്കാൻ നടക്കുമായിരുന്നു. അപ്പൊ S22 മേടിച്ചു. പിന്നെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ലോണാണോ? ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോഴും എല്ലാരും നല്ലതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വെറുതെ ഇരിക്കുമായിരുന്നു വീട്ടില്. കമ്പനിയിൽ നിന്ന് ഇറങ്ങി വെറുതെ ഇരുന്ന ടൈമില് ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോ ജിമ്മുകാരുടെ ഫോട്ടോ എടുത്തു. അതുവരെ അവര് പറഞ്ഞു കൊള്ളാം. എന്നിട്ട് വീട്ടുകാരുടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോ. അപ്പൊ ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഫോട്ടോഗ്രാഫി അടിക്കാൻ പോകുന്നു. അങ്ങനെ നോക്കി ഇൻസ്റ്റയിൽ കണ്ടു വന്നു. അടുത്തുള്ള പട്ടണം കയറി വന്നു. അടുത്തുള്ള പട്ടണത്തിലേക്ക് വലിയ ഫോട്ടോഗ്രാഫറായിട്ട് വരാം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ എത്തിയിട്ട് അടിപൊളിയാണ്. എല്ലാരും കിട്ടി. ആദ്യമൊന്നും കമ്പനി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വന്നു, ക്ലാസ് കേൾക്കണു. പിന്നെ എല്ലാരും നീവനൊക്കെ ഒരുമിച്ചെല്ലാം വന്നോണ്ടിരുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഡൊമിനിക്കനായിട്ട് കമ്പനിയായി, കുഞ്ഞുസായിട്ട് കമ്പനിയായി, ബാക്കി എല്ലാവരുടെ കമ്പനിയായി. ജസ്റ്റ് ബിജുവായിട്ട് കമ്പനിയായി. പിന്നെ സൈമോ എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാൻ കടന്നു. അങ്ങനെ ഫുള്ളായിട്ട് പോണു. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരുമിച്ചായിരുന്നു. ഒരു അംഗനവാടി അല്ല, LKG ഒരുമിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് സ്കൂളിൽ മാറി പോയി. എന്നിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു, ജയിക്കാൻ വേണ്ടി വന്ന്. ഒരു 9ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചായിരുന്നു. 9 തൊട്ട് +2. കോഴിയാണ് കോഴി. അത് പറയാൻ പറ്റില്ല. അങ്ങനെ +2 എത്തി. +2 കഴിഞ്ഞിരിക്കുമ്പോഴും ഒരു ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ. കാരണം എങ്ങനെയൊക്കെ സോൾട്ട് ചെയ്ത് വരുമ്പോഴും അങ്ങനെ 2 പേര് മാത്രമേ ആവണുള്ളൂ. കൊറേ കൂട്ടാനും എങ്ങനെയൊക്കെ അരിക്കുമ്പോ വരാൻ സാധ്യത. അതുപോലെ മാത്രം വരുമ്പോഴും അപ്പൊ എന്നാ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അത് കുറെ പ്ലാൻ ചെയ്തു.
അങ്ങനെ +1 തോറ്റു. +1 തോറ്റു. രണ്ടുപേരും തോറ്റു. 10ാം ക്ലാസ് എക്സാം ചെയ്തത് ഇവനും ഞാൻ വേറെ ക്ലാസ്സിലാണ്. എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ജയിച്ചു, ഒരേപോലെ മാർക്ക്. ശരിയാവാ 2 ക്ലാസ്. അങ്ങനെ +1 വന്നു. +1ലും ഒരേ സബ്ജക്ട് തോറ്റു, ഒരേ മാർക്ക്. +1 ഞാൻ 5 തോറ്റു. ഞങ്ങള് സ്കൂളിൽ റിസൾട്ട് വന്നേ. അപ്പൊ ഞങ്ങൾ പുറത്താ, ക്ലാസ്സിന്റെ പുറത്താ. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ചോദിച്ചു. ഇല്ല 5 തോറ്റു. നോക്കി ഇവൻ 4 ചോദിച്ചു. കേട്ടി പറയില്ലേ, ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് ചാടി വരുന്നേ. മറ്റേ സനികുമാർ പടക്കം പൊട്ടിക്കുന്ന എന്നോട് ഇവര് ജയിച്ചതിൽ വെച്ചിട്ട് ഓടി ഇറക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റീടെസ്റ്റ് മൂന്നെണ്ണം എഴുതാൻ പോയി. 3 എഴുതാൻ പോയിട്ട് തമാശ എന്താ വെച്ചാൽ, ഞാൻ ജയിച്ച സബ്ജക്റ്റ് എന്റെ കൂട്ടുകാരൻ തോറ്റിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് അനസ് എന്നാ. നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്. ഓക്കെ, അവനത് അപ്പം ആ സബ്ജക്റ്റ് എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് ഇപ്പോഴാ സബ്ജക്ട് നല്ലോണം അറിയാം. അതുകൊണ്ട് എക്സാമിന് എഴുതുമ്പോൾ അവനൊന്നും അറിയില്ല. എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സാക്രിഫൈസ് ചെയ്തു. എക്സാമിനുള്ള അവന് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ തോറ്റു. അവിടെ പിന്നെ പറയണ്ടല്ലോ, അരിപ്പാണല്ലോ അവര് തോറ്റു. ഇതെടുത്തു. പക്ഷെ എന്നാലും നമ്മള് അങ്ങനെ സ്കൂളിൽ നിന്ന് നിൽക്കാൻ പറ്റുന്ന മനസ്സിലായി. 1ാമത്തെ ഇത് 2ാമത്തെ ഇത് കഴിഞ്ഞു. നേരെ പ്രൈവറ്റ് കയറി. പ്രൈവറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂഷന് ചേർന്നു. ഞാൻ ട്യൂഷന് ചേർന്നു. അവൻ ട്യൂഷന് ചേരാൻ ഫീസൊക്കെ ഒന്നും വന്നില്ല. ആ ട്യൂഷൻ കഴിഞ്ഞു. വലിയ കാര്യമൊന്നുമില്ല, പഠിക്കണമെന്നില്ല എപ്പോഴും. എന്നിട്ട് പിന്നെ പ്രൈവറ്റായിട്ട് എക്സാം എഴുതാൻ പോയി. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതിയത്. ഫസ്റ്റ് ഞാൻ എഴുതിയിട്ട് ഇവൻ അടുത്ത ബാച്ചിൽ എഴുതണേ. മടി. ഇവൻ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ എല്ലാവരും ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ ഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ ഇവൻ പോയില്ല. എന്താ കാര്യം എനിക്കറിയില്ല. ഞാൻ എക്സാം എഴുതാൻ പോയി, ജയിച്ചു. അയ്യോ, ഒരു ദിവസം രാവിലെ ഒരു 8 മണിക്ക് രാവിലെ അറിയണേ കൂട്ടാൻ വിളിച്ചു പറഞ്ഞു, മനസ്സ് വിളിച്ചു പറഞ്ഞു, റിസൾട്ട് വന്നു നോക്കുന്ന പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ പുച്ഛെന്ന് അറിഞ്ഞിരിക്കുക. +2 അച്ഛൻ പറയുന്നുണ്ട്. അച്ഛാ അമ്മ പറയും വല്ല കോഴ്സ് പഠിക്കുന്നൊക്കെ പറയും. വീട്ടിലിങ്ങനെ വർത്താനുണ്ടോ? അതായത് അമ്മ പറയും ഇവരെന്തിനും പഠിപ്പിക്കണ്ടെന്ന് പറയും. അപ്പഴ എടുത്ത് നോക്കി പറയുന്ന വെച്ചാൽ +2 എതിർക്കട്ടെ, +2 എതിർക്കട്ടെ എന്ന് പറയും. അപ്പൊ നമുക്ക് വോയിസ് ഇല്ലല്ലോ, വോയിസ് ഇല്ല, +2 കഴിക്കിട്ട് വോയിസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ റിസൾട്ട് വന്നു. ഞാൻ ഒരു നിക്കർ മാത്രമായിട്ട് കിടക്കാം. ഞാൻ ഇറങ്ങി ഓടി വീട്ടിന് പുറത്തേക്ക് സന്തോഷം കൊണ്ട് ജയിച്ചു. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ജയിച്ചു. പഠിച്ചു എഴുതിയെന്ന് പറയല്ലോ. പോണോ, ഞാൻ ലാസ്റ്റ് എന്നെ ജയിപ്പിക്കണം. വീട്ടിലെ കടമാറ്റങ്ങളൊക്കെ എന്നെ ജയിപ്പിക്കുക ലാസ്റ്റ്. എന്റെ കുടുംബം അതൊക്കെ എഴുതി വിട്ടു, ജയിച്ചു. അപ്പൊ +2 ജയിച്ചിട്ട് ഇവരും ജയിച്ചു, ഞാനും ജയിച്ചു. ഇവരൊരു പമ്പിൽ വർക്ക് ചെയ്യാം, ഞാനൊരു തിയേറ്ററിൽ വർക്ക് ചെയ്യാം. 2 അടുത്തെടുത്താ. ഞാൻ ചേഞ്ച് ഇല്ലാണ്ട് അവൻ്റെ അടുത്ത് ഇവിടെ ചേഞ്ച് ഉണ്ടോ, അപ്പൊ ചേഞ്ചിന്റെ ഡേക്ക് വയ്ക്കും. ഞങ്ങൾ അങ്ങനെ അല്ല ഡെയിലി അങ്ങനെ കാണുന്ന ആൾക്കാരാ. അത് കഴിഞ്ഞു 1 വർഷം ഞാൻ വർക്ക് ചെയ്തു, അവൻ വർക്ക് ചെയ്തു. ഒന്നും പഠിക്കാൻ പോയില്ല. പക്ഷെ കുറെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. പ്ലാനിങ് മാത്രം. അങ്ങനെ പ്ലാനിങ് നടന്ന് ഓരോന്ന് പറയണ്ട്, ഓരോന്ന് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അതിനിടയ്ക്ക് പെയിന്റ് പണിക്ക് പോകുന്നുണ്ട്, കൽപ്പണിക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ ഓരോന്ന് പോകുന്നുണ്ട്. കുറെ സമ്പാദിക്കുന്നുണ്ട്, കുറെ തിന്നുന്നുണ്ട്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പണിയെടുക്കാത്തില്ല. ഇത് മാത്രം പോണുള്ളൂ, വേറെ ഒന്നും പോണില്ല. പഠിക്കണ നമുക്ക് ആ കാര്യം വിട്ടു, പഠിക്കണ കാര്യം വിട്ടു. വർക്കിന് പോകാം, എന്തൊക്കെ ചെയ്യാം, കുറെ പ്ലാൻ ഇട്ടു. ഞങ്ങൾ ചിന്തിക്കാത്ത പ്ലാനില്ല. ഡ്രഗ്സ് വെച്ച് അല്ലാണ്ട് അങ്ങനെ എല്ലാം ഓടി. ഇവൻ 2 വർഷം പമ്പിൽ വീണ്ടും തുടർന്നു. അവൻ 2 വർഷം, ഞാൻ തിയേറ്റർ കഴിഞ്ഞിട്ട് വേറെ ഷോപ്പിലും കയറി. അതും കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇനി പോയി ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാ പുറത്ത് പോവാം, ബാംഗ്ലൂർ വിടാന്ന് വെച്ചു. അല്ലല്ല, പുറത്ത് വന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇവനപ്പനോട് പറയണ്ടേടാ, ഞങ്ങളപ്പോൾ നൈസായിട്ട് ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചു തുടങ്ങി. ഞങ്ങൾ ആദ്യം വേറൊരു മറ്റേ മൊബൈൽ ടെക്നീഷ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കി ഞാൻ ഉറപ്പിച്ചു, ബാഗ് പാക്ക് ചെയ്തു. നീ മൊബൈൽ ടെക്നീഷ്യൻ മലപ്പുറം വിടണു ഇല്ല. അങ്ങനെ അത് ഇല്ലാതെ പറഞ്ഞത് കഴിച്ചു, കത്തിക്ക് കഴിച്ചു. ഒറ്റയ്ക്ക് പോയി ഇതുവരെ 2 പേരുടെ പോയി, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ പോയി. അതിങ്ങനെ പെട്ടെന്ന് ഞാൻ തൂക്കില്ലേ കേട്ടാ.
അങ്ങനെ അത് കണ്ടു. എന്നിട്ട് ഞാൻ ഉറപ്പിച്ചു ബാംഗ്ലൂർ പോവാം, അവിടെ കൂട്ടാനായി വിളിച്ചു, ടെലികോളിംഗ് ജോലി സെറ്റ് ചെയ്തു, റെഡി ചെയ്തു. അപ്പോൾ ഇവരെടുത്ത് ഇവൻ പറഞ്ഞു എടാ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കൊച്ചിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് പോയി നോക്കാന്ന് പറഞ്ഞു. ഞാൻ ശരിയാ വെറുതെ പോയി നോക്കല്ലേ, രാവിലെ പോയി നോക്കാൻ വന്നതാ. നോക്കാൻ എന്റെ ഫീസൊക്കെ അടച്ച് എന്നെ ചേർത്തി, എന്റെ ഒപ്പ് വരിട്ടോ ചേർത്തി, എന്റെ ഒപ്പ് വരിട്ടോ ചേർത്തിരിക്കും. 2000 എന്റെ ഇവരോട് ചേർത്ത് ഞാൻ ചേർന്നൂലേ, എന്നാ ചേർന്നു. ബാക്കി 9,000 നീ നന്ദി കൊണ്ടുവന്നാൽ ഫീസ് അടച്ചോ, എന്റെ ഫീസ് അടച്ചേ.